44-ലധികം രാഷ്ട്രങ്ങളിൽ നിന്ന് ഗസയിലെ വിശക്കുന്ന, നിലവിളിക്കുന്ന മനുഷ്യരുടെ, പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ, മരിച്ചൊടുങ്ങുന്ന ജീവനുകളുടെ അന്നവുമായി പുറപ്പെട്ട കപ്പൽപ്പട ഇന്നലെ രാത്രി ഇസ്രായേലിൻ്റെ സൈന്യം ഗസയുടെ തീരത്ത് നിന്ന് 200 കിലോമീറ്റർ അകലെ ആംഡ് ഫോഴ്സിനെ കൊണ്ട്, IDF കൊണ്ട്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെ കൊണ്ട് ആയുധ സജ്ജരായി തന്നെ കടന്നു വന്ന് പിടിച്ച് കൊണ്ടുപോകുന്നതും അവരെ ലോക്ക് ചെയ്യുന്നതൊക്കെ ഇന്നലെ രാത്രി ലോകം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലൈവായി ആ നിമിഷത്തിന് ഈ സദസ്സിലുള്ള എത്ര ആളുകൾ സാക്ഷിയായി എന്ന് എനിക്കറിയില്ല. എന്തായാലും വീണ്ടും 30 കപ്പലുകൾ കൂടി, വിവിധ രാജ്യങ്ങളുടെ കപ്പലുകൾ അങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ്. ജാതിക്കും മതത്തിനുമപ്പുറം മനുഷ്യത്വത്തിൻ്റെ പ്രഖ്യാപനങ്ങളുമായി പുറപ്പെട്ട പലരും അവരുടെ മക്കൾക്ക് എഴുതിയ കത്തുകളും മറ്റുമൊക്കെ ഈ പള്ളിയിൽ, ഈ സൊഫിലിരിക്കുന്ന നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും ഈ വിഷയത്തിൽ കൂടുതൽ ചിന്തകൾക്ക് വക നൽകുന്നവരാക്കി മാറ്റുകയും ചെയ്യണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനിസൈഡിൻ്റെ, വംശഹത്യയുടെ നിലനിൽക്കുന്ന കാലത്തെ ഏറ്റവും വലിയ മോഡലായിട്ടുള്ള ഇസ്രായേൽ സൈന്യങ്ങൾ അത്യാധുനിക ഉപകരണങ്ങളുമായി കാവൽ നിൽക്കുന്ന തീരങ്ങളിലേക്ക് ശേഖരിച്ച ഭക്ഷണവും അനുബന്ധങ്ങളുമായി വരാൻ അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ജോലിയും ജീവനും മക്കളും സമ്പാദ്യവും ഒക്കെ മാറ്റിവെച്ച് പുറപ്പെട്ട വ്യത്യസ്ത തലങ്ങളിലുള്ള പ്രൊഫസർമാർ, അധ്യാപകർ, സാധാരണക്കാർ, ഡോക്ടേഴ്സ്, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ അടങ്ങുന്ന 500-ലധികം മനുഷ്യരെ അതിന് പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ കാണുമ്പോഴുള്ള കേവലമായ സിമ്പതിക്കപ്പുറത്ത് നമ്മളെടുത്ത് എന്തുണ്ട്? നമ്മൾ എത്രത്തോളം ഈ വിഷയത്തിൽ ഗൗരവതരമായ ആലോചനകൾക്ക് വിധേയമാകുന്നുണ്ട്? കേവല വൈകാരിക പരാമർശങ്ങൾക്കും ചിന്തകൾക്കും അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത് ശരിയാം വിധം നമ്മൾ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ടൊരു 10-11 പോയിന്റുകൾ പറയണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ ബോധ്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന ആ കാര്യങ്ങളിൽ ഒന്നാമത്തേത്, ഫലസ്തീനിൻ്റെ, ഖുദ്സിൻ്റെ, ഗസയുടെ ഒക്കെ ചരിത്രത്തെ ശരിയാം വിധം നമുക്കറിയണം, നാം ഗ്രഹിക്കണം എന്നതാണ്. കാരണം ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തെ മാത്രം അടിസ്ഥാനമാക്കി കാര്യങ്ങളെ വിലയിരുത്തുകയും അതുപ്രകാരമുള്ള ഒരു നരേഷൻ, ഒരു പൊതുബോധം സൃഷ്ടിക്കാനാവശ്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നിർവഹിക്കപ്പെടുകയും ചെയ്യുന്ന കാലത്ത് നമ്മൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്കും കുടുംബങ്ങൾക്കും പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് ഫലസ്തീനിൻ്റെ മാത്രം സുരക്ഷയ്ക്കും മോചനത്തിനും അതിജീവനത്തിനും വേണ്ടിയല്ല, നമ്മുടെ കൂടെ നമ്മൾ ജീവിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് ഏറെ പ്രസക്തമാണ്. ഒക്ടോബർ 7 മുതൽ ആരംഭിച്ച, ഈ കഴിഞ്ഞ 2024 ഒക്ടോബർ 7 ആരംഭിച്ച എന്തോ ഒരു വലിയ സംഭവമാണ് ഇത് എന്ന നിലക്കാണ് പലപ്പോഴും വ്യാഖ്യാനങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ ജീവിച്ച മണ്ണാണത്. അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ യാത്രയെക്കുറിച്ച്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു, നാം ചുറ്റും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ അഖ്സയിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് പ്രവാചകനെ എത്തിച്ച റബ്ബ് എത്ര പരിശുദ്ധനാണെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മൂസാ അലൈഹി ഇസ്ലാം, ഹറൂൻ അലൈഹി ഇസ്ലാം തുടങ്ങി നിരവധി പ്രവാചകന്മാർ അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ കാര്യങ്ങൾക്കും അവരുടെ നേതൃത്വത്തിനും സാക്ഷിയായ ഒരു പ്രദേശമാണത്. പിന്നീട് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്, ഇടക്കാലത്ത് മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ട ആ മണ്ണ് ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അഹദ് അൽ ഉംരിയ എന്ന പേരിൽ, അഹ്ദ ഉംരിയ എന്നുള്ള പേരിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കരാർ എന്നുള്ള പേരിൽ ഒരു കരാറിലൂടെ ഫലസ്തീനിനെ അദ്ദേഹം മോചിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തെ അല്ലെങ്കിൽ അവിടുത്തെ കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് എന്ത് എന്ന് നമുക്ക് ശരിക്കറിയാം. വെറുതെ ഇവിടുത്തെ പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ
ചില വിഷജീവികൾ വളരെ ശക്തമായി ഈ വിഷയത്തെ ന്യായീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രസിഡന്റിനെ യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷന്റെ സമ്മേളനത്തിൽ നിന്ന് കൂക്കിവിട്ട, ഒന്നിച്ചെല്ലാവരും ഇറങ്ങി നടന്നു, അയാളെ കൂക്കിവിട്ടു, അയാളുടെ പ്രസംഗം ബഹിഷ്കരിച്ചു. അതിനെക്കുറിച്ച് അത് ശരിയായില്ല. കാരണം അവിടെ അവര് ആക്രമണങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഇവിടെ ആക്രമണങ്ങൾ വരാൻ പോകുന്നു ആഹ്വാനം കൊടുത്തിട്ടാണ് ചെയ്യല്. മാത്രമല്ല പരിക്ക് പറ്റിയവർക്ക് വേണ്ട മരുന്നൊക്കെ കൊടുക്കാറുണ്ട് എന്ന് ഒരു ചങ്ങാതി, ഇവിടുത്തെ യുക്തിവാദി സ്ട്രീമിൽപ്പെട്ട ഒരു ചങ്ങാതിയുടെ പ്രസ്താവന ഇന്നലെ ശ്രദ്ധിക്കേണ്ടായി. ഇത്ര ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത്, പബ്ലിക് ഡൊമൈനിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, ഇവിടുത്തെ ഹിസ്റ്ററിയുടെ ചരിത്രത്തിന്റെ പൊതുവായനകൾക്കിടയിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് ഇത് കിട്ടിയ കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം, അദ്ദേഹം അഹദുൽ ഉമർ അല്ലെങ്കിൽ അഹദ ഉമരിയ എന്ന പേരിൽ, ഉമർ റളിയല്ലാഹുവിന്റെ കരാർ എന്നുള്ള പേരിൽ കരാറുണ്ട്. ആ കരാർ വായിക്കണം. നിങ്ങളെയും നിങ്ങളുടെ പള്ളികളെയും നിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളെയും ഒക്കെ ഞാൻ സംരക്ഷിക്കും എന്ന, ഇസ്ലാമിക ഭരണകൂടം സംരക്ഷിക്കും എന്ന വാചകം എഴുതി വെച്ചിട്ടാണ് അവരുമായി അദ്ദേഹം കരാറിൽ ഏർപ്പെടുന്നത്. മാത്രമല്ല മുസ്ലിം ഭരണകാലത്തെ സഹവർത്തിത്വം വളരെ പ്രസിദ്ധമാണ്. യഹൂദന്മാർക്ക് തിരികെ യുദ്ധത്തിൽ തോറ്റ് പിന്മാറിപ്പോകേണ്ടി വന്നവർക്ക് തിരിച്ചവരുടെ വീടുകളിൽ തിരിച്ചു കയറി താമസിക്കാൻ ഇടം കൊടുത്തതായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബിയുടെ പോരാട്ടത്തിന്റെ തുടർച്ചയായി സംസ്ഥാപിതമായ രാഷ്ട്രത്തിലുണ്ടായിരുന്നു. 1187 അദ്ദേഹം നഗരം തിരിച്ചുപിടിച്ച് തിരിച്ചുപോയ ജൂതന്മാർക്കൊക്കെ തിരിച്ചു വരാനുള്ള അവസരം കൊടുത്തു. കാരൻ ആംസ്ട്രോങ് എന്ന ചരിത്രകാരി ആ വിഷയം കൃത്യമായി പറയുന്നുണ്ട്. ഇസ്ലാമിക കാലത്തെ ജെറൂസലേം ഒരു സിറ്റി ഓഫ് ടോളറൻസ് എന്നാണ് അവർ രേഖപ്പെടുത്തിയത്. അത് എല്ലാ അർത്ഥത്തിലുമുള്ള സഹവർത്തിത്വത്തിന്റെ, സമാധാനത്തിന്റെ ഇടമായിരുന്നു. അവിടെ ക്രിസ്ത്യൻസിനും മുസ്ലിങ്ങൾക്കും ഒക്കെ ഒരുപോലെ താമസിക്കാൻ അവസരം കൊടുത്തിരുന്നു എന്നാണ്. അല്ലാതെ ആംഡ് ഫോഴ്സിനെ വെച്ച് കുഞ്ഞുങ്ങളെ പിടിച്ചു കൊന്ന്, സ്ത്രീകളെ വിധവകളാക്കി, അവരെ ബലാത്സംഗം ചെയ്ത് കൊന്ന്, അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് അവസാനം കുഴികൾ ഇട്ട് അതിലേക്ക് തള്ളിപ്പോകുന്ന പരിപാടി ആയിരുന്നില്ല നിർവഹിക്കപ്പെട്ടത് എന്ന് നമുക്ക് കൃത്യമായി വായിക്കാൻ കഴിയും. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള പല വിധികളും, ജീവിക്കാൻ ആവശ്യമായ പല വിധികളും അദ്ദേഹം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വളരെ വളരെ വ്യക്തമായി ചരിത്ര വായനയിൽ നമ്മൾ ഇത് കൃത്യമായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. ഇത് വിശദമായി നമ്മുടെ ഉസ്താദുമാർ ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയെ പോലത്തെ ആളുകളൊക്കെ നടത്തിയ വളരെ ഗംഭീരമായ ഈ വിഷയത്തിലുള്ള പഠന സെഷനുകളുണ്ട്, നീണ്ട മണിക്കൂറുകളുടെ സെഷനുകളുണ്ട്. അതൊക്കെ വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു സന്നദ്ധത നമ്മൾ കാണണം. കാരണം നടക്കുന്നതിന് വിരുദ്ധമായ ഒരു തരം ക്യാമ്പയിൻ, ഒരു തരം പൊതുവൽക്കരണം നടക്കുമ്പോൾ അത് നിർവഹിച്ചില്ലെങ്കിൽ നമ്മൾ പരാജിതരായി പോകുമെന്ന കാര്യം നമ്മൾ മറക്കരുത്. കാര്യങ്ങളെ അതിൻ്റെ ദിശയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തത്, ഫലസ്തീൻ ഇഷ്യൂവിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ചോയ്സ് ഒന്നുമല്ല, അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. അതൊരു അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ ഉണ്ടാകും, അവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങളുണ്ട്, ഒക്കെ റെഡിയാ. പക്ഷേ ഖുദ്സിന് വേണ്ടിയുള്ള മോചനം, പോരാട്ടം എന്നതിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് വിശ്വാസി സമൂഹത്തിന്റെ ബാധ്യതയാണ്. എന്താ, യാഖൂം ഇദ്ഖുലുൽ അർദൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും, മൂസ അലൈഹി സ്വലാമിയുടെ കാലത്ത് നടന്ന ആഹ്വാനാണ്. യാഖൂം ഇദ്ഖുലുൽ അർദൽ മുഖദ്ദസ, പരിശുദ്ധ ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അല്ലതി കതബല്ലാഹു ലക്കും, അത് വിശ്വാസത്തിനും വിശ്വാസികൾക്കും തൗഹീദിനും വേണ്ടി എഴുതപ്പെട്ട മണ്ണാണ്, നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. നിങ്ങളത് തിരിച്ചു പിടിക്കണം. അല്ലേ, പടച്ചോൻ അത് കിടന്ന് കൈക്കുമ്പിളിൽ തരൂല, നിങ്ങളത് തിരിച്ചു പിടിക്കണം എന്ന വളരെ ശക്തമായ ആഹ്വാനമുണ്ട്. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ പിരടിയിൽ പടച്ച റബ്ബ് ഇത് കെട്ടിയിട്ടുണ്ട്. വിശ്വാസി സമൂഹത്തിന്റെ പിരടിയിൽ ഇത് കെട്ടിയിട്ടുണ്ട്. ആയുധ സന്നാഹത്തോടുകൂടെ അവിടെ അടരാടുന്നവരല്ല നമ്മളെങ്കിലും അവിടുത്തെ നമ്മുടെ ബാധ്യതകൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് വിശ്വാസപരമായ കടമ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, മഹബ്ബ അൽ മസ്ജിദുൽ അഖ്സ വ തഅളീമഹ്, മസ്ജിദുൽ അഖ്സയെ ആദരിക്കലും അതിനെ ബഹുമാനിക്കലും അതിന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളലുമാണ് വിശ്വാസപരമായ ബാധ്യത. ഞാനിവിടെ നേരത്തെ ഓതി വെച്ച ആയത്തിലുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞതിന്റെ ശേഷം മുബാറക്നാ ഹൗലഹു, അതിന് ചുറ്റും നാം അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായ പ്രയോഗമുണ്ട്. അപ്പോൾ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു എന്ന് പറഞ്ഞ ഇടമാണ്. മാത്രമല്ല അൽ അർദുൽ മുബാറക, പരിശുദ്ധമാക്കപ്പെട്ട മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ, ലോകർക്കു വേണ്ടി നാം അനുഗ്രഹം ചൊരിഞ്ഞ ആ മണ്ണിലേക്ക് ലൂത്ത് അലൈഹിസ്സലാമയെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. ലൂത്ത് അലൈഹിസ്സലാമയുടെ ജനതയെ പടച്ചോൻ ഇല്ലാതെയാക്കിയപ്പോൾ അവരെ ഒന്നടങ്കം ഇങ്ങനെ കോരിയെടുത്തിട്ട് ജിബ്രീൽ തന്റെ ചിറകിൽ ഇങ്ങനെ കോരിയിട്ട് മലർത്തി അടിച്ചു എന്നാണ് ചരിത്രം. അങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ ലൂത്ത് അലൈഹി ഇസ്ലാമിയോട് രക്ഷപ്പെടാൻ പറഞ്ഞ മണ്ണായിരുന്നു ഇത്. അദ്ദേഹം രക്ഷപ്പെട്ടു വന്നതായിരുന്നു. അത് ലിൽ ആലമീൻ, മൊത്തം ലോകർക്ക് ബർക്കത്തുള്ള ഒരു ഇടമാണത് എന്നാണ്. മാത്രമല്ല ഇത് മൂസ അലൈഹി ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞപ്പോഴും എന്താണ് അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞല്ലോ, ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസ, പരിശുദ്ധമായ മണ്ണിൽ നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞല്ലോ. ആ നിലക്കും ഇത് മഹത്തരമായൊരു ഇടമാണ്. അതോടൊപ്പം നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം,
3 പള്ളികളിലേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ചുള്ള യാത്ര പറ്റുള്ളൂ. പുണ്യം പ്രതീക്ഷിച്ച് പുണ്യം ലക്ഷ്യം വെച്ച് കൊണ്ടുള്ള പ്രത്യേകമായ സിയാറത്ത് 3 പള്ളികളിലേക്ക് പറ്റുള്ളൂ. ഏതാ? ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ. 3 പള്ളികളിലേക്ക് മാത്രമേ നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചുള്ള യാത്രകൾ പറ്റുള്ളൂ. അവിടെ പോയി നിസ്കരിക്കട്ടെ, അവിടെ പോയി ഇബാദത്ത് എടുക്കട്ടെ, അവിടെ പോയി കുറച്ചേരം ഇരിക്കട്ടെ, അങ്ങനെ ഉണ്ടല്ലോ. പോണ വഴിക്ക് കയറുന്ന പള്ളിനെ കുറിച്ചല്ല, അങ്ങനെ ഭയങ്കര ആ ഒരു മനോഗതത്തോടു കൂടെ പറ്റുള്ളൂ. അതേതാ? ഇനി വായിക്കുമ്പോൾ വ്യക്തമാണ് എന്താണ് ആ യാത്ര എന്നുള്ളത്. മസ്ജിദി ഹാദ, എന്റെ പള്ളി. പ്രവാചകൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ പള്ളി. മുസ്ലിം ലോകം അങ്ങോട്ട് പോകുന്നുണ്ട്, അവിടെ പ്രത്യേകം സമയം ചെലവഴിക്കുന്നുണ്ട്, റസൂലുള്ളാഹിയോട് സലാം പറയുന്നുണ്ട്, അല്ലേ? വൽ മസ്ജിദുൽ അഖ്സ. പിന്നെ മറ്റൊന്ന് ഏതാണ്? മസ്ജിദുൽ അഖ്സയാണ്, ഫലസ്തീനിലെ പള്ളിയാണ്. വൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ് മറ്റൊന്ന് എന്നാണ്. അവിടുത്തെ നിസ്കാരത്തിന്റെ മഹത്വം എന്താ? ഫദ്ലു സ്വലാത്തി ഫിൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ, അല്ല 1 റക്അത്ത് നിസ്കരിച്ചാൽ എന്താ? ഒരു നമസ്കാരം നിർവഹിച്ചാൽ 1,00,000 നമസ്കാരത്തിന്റെ സ്ഥാനത്താണത്. മക്കയിൽ പോയിട്ട് നമ്മൾ ഒരു നമസ്കാരം നിർവഹിച്ചു, 1 റക്അത്ത് നിസ്കരിച്ചു, അതിന് 1,00,000 നമസ്കാരത്തിന് തുല്യാണത്. മസ്ജിദുൻ നബവിയിലാണെങ്കിലോ ഫി മസ്ജിദി അൽഫ് സ്വലാത്തിൻ, മസ്ജിദുൻ നബവിയിലാണെങ്കിലോ അത് 1000 നമസ്കാരത്തിന് തുല്യാണ്, അല്ലേ? വഫിൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലാണെങ്കിലോ 500 നമസ്കാരത്തിന് തുല്യാണ്. ഇതിലൊക്കെ ഓരോന്നിനും പടച്ചോൻ പറഞ്ഞ മഹത്വം തന്നെ കൊടുക്കുന്നുണ്ട്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബ് പറഞ്ഞ് മസ്ജിദുൽ ഹറാമിൽ 2 ദിവസവും ബാക്കി പോയി ഞങ്ങൾ മദീനത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. മദീനക്ക് അള്ളി റസൂലും കൊടുത്ത മഹത്വം ഇതിന് കൊടുക്കുക, അതിന്റെ അപ്പുറത്ത് കൊടുക്കണ്ട. മദീനക്ക് എന്താ? മദീനയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ 1 റക്അത്ത് നിസ്കരിച്ചാൽ 1000 നമസ്കാരത്തിന്റെ പുണ്യാണ്. മസ്ജിദുൽ ഹറാമിലാണെങ്കിലോ 1,00,000 നമസ്കാരത്തിന്റെ പുണ്യാണ്. ഇങ്ങനത്തെ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഇതുപോലത്തെ പുണ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വേറെ സിയാറത്തൊന്നുമില്ല കേട്ടോ. പല സ്ഥലത്തേക്കും, മമ്പുറത്തേക്കും നാഗൂർക്കും അജ്മീർക്കും ഒക്കെ മനുഷ്യന്മാർ സിയാറത്ത് പോകും. അവനാന്റെ വാപ്പാന്റെ ഉമ്മാന്റെ ഖബറിങ്ങ പോയി ഒന്ന് സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിപാടിക്ക് വരെ അവന് നേരം ഉണ്ടാവില്ല. ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജാണ് മനുഷ്യന്മാർക്ക് വേണ്ടത്, ഒറ്റയടിക്ക് കിട്ടണം, അല്ലേ? ഒക്കെ ക്രോസ് റോഡുകളാണ്. നമ്മൾ വിഷയങ്ങൾ പഠിക്കാത്ത സഹോദരന്മാരെ ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് പോയാൽ പരലോകം പോവും. എനിക്ക് വേറെ വികാരമൊന്നുമില്ല ഇത് പറയാൻ, മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോൾ ഓർമ്മയൊക്കെയാണ്, വേറെ വികാരമൊന്നുമില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ശരിയായി ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പരലോകം പോകും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണോ ആ പ്രാധാന്യത്തിൽ എടുക്കണം. അപ്പോൾ വിശ്വാസി ഫലസ്തീനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. എനിക്ക് മസ്ജിദുൽ ഹറാമും മസ്ജിദ് നബവിയൊക്കെ കഴിഞ്ഞ് എനിക്ക് പോകാനുള്ള സ്ഥലമാണെന്ന് വിചാരിക്കേണ്ടത്, അവിടെ പോയി പുണ്യം നേടണമെന്നാണ് വിചാരിക്കേണ്ടത്. അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് ഈ ഒരു പള്ളിയോട് വിശ്വാസികൾക്കുണ്ട്. അപ്പോൾ ആ നിലക്ക് ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ചരിത്രത്തെ ശരിയാം വിധം ഉൾക്കൊള്ളുക. അത് മുസ്ലിങ്ങളുടെ ഇടമാണ്, മുസ്ലിങ്ങളുടെ മണ്ണാണ്, അധിനിവേശത്തിലൂടെ തട്ടിയെടുത്തതാണ്. ആ തട്ടിയെടുത്തതിന്റെ ചരിത്രം നമുക്കറിയാം. തട്ടിയെടുക്കപ്പെട്ട് തിരിച്ചു പിടിച്ചപ്പോഴൊക്കെ പകരം ചോദിക്കാനും പകരം വീട്ടാനും ജനിസൈഡുകൾക്കും അല്ല ശ്രമിച്ചത്. ജൂതന്മാർ എത്ര ആളുണ്ടായിരുന്നത് ചരിത്രത്തിൽ അവർ എണ്ണുണ്ട്. ആ ചരിത്രത്തിലുള്ള അവരെ ഒരു വംശഹത്യക്ക് ഇസ്ലാമിക സമൂഹം വിധേയമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരിന്നില്ല, ആ മതം തന്നെ ലോകത്തില്ല, അല്ലെ? ആ മതം തന്നെ ലോകത്തില്ല. എങ്കിൽ ആലോചിച്ച് നോക്കുങ്ങൾ, അവരെ ആ നാട് വിട്ടുപോയവർക്ക് വീണ്ടും അവിടെ വന്ന് താമസിക്കാൻ ഇടം കൊടുത്ത്, വീണ്ടും അവിടെ താമസിക്കാൻ ഇടം കൊടുത്ത് നിങ്ങൾ പോയിക്കോ, നിങ്ങളെ വിശ്വാസം പുറത്തെടുക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കരാർ പത്രം ഉണ്ട്, വല്ലാത്തൊരു കരാർ പത്രമാണത്. എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാദാ മാ അതാ അബ്ദുല്ലാഹ് ഉമർ അമീറുൽ മുഅ്മിനീൻ അഹ്ലു ഈലിയ മിനൽ അമാൻ أعطاهم أمانا لأنفسهم وأموالهم وكنائزهم وصلبائهم وسقيمها وبريئها وسائر ملتها أنها لا تسكن ولا تخدم ولا ينقص منها ولا من ഹസീസിഹ എന്ന് തുടങ്ങി വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോന്നും എന്തിനൊക്കെ സംരക്ഷണം തരും. ആ ഫലസ്തീൻ ഏറ്റെടുക്കുമ്പോൾ കൊടുത്ത കരാറാണ്. എന്തിനൊക്കെ സംരക്ഷണം തരും? നിങ്ങളുടെ പള്ളികൾക്ക്, നിങ്ങളുടെ കുരിശുമരങ്ങൾക്ക്, നിങ്ങളുടെ സർവ്വതിനും ഈ രാജ്യത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കാണിത്, ഈ കരാർ വ്യത്യസ്തമായ പ്രയോഗങ്ങളിലും വാക്കുകളിലൊക്കെ. അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഇത് പ്രൗഢിയോടുകൂടെ ഇടനെഞ്ചത്ത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കാൻ. 2, ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ലോകത്തെ, ഇതൊരു പൊതു പ്രശ്നമാണ് ലോകത്ത്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനു മുമ്പ് ഇതൊരു വിശ്വാസിയുടെ പ്രശ്നമാണ്, വിശ്വാസത്തിന്റെയും കൂടി പ്രശ്നമാണ്. അതിനാണ് ഞാൻ 4 പോയിന്റുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇനി 3ാമത്തെ കാര്യം എന്താ അറിയോ? നമ്മുടെ ബാധ്യത. 3ാമത്തെ കാര്യം വദുആഉ ലഹും, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ്. ദഅവത്തുൽ മദ്ലൂം മുസ്തജാബ വഇൻ കാന ഫാജിറൻ. പീഡിപ്പിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. പീഡിപ്പിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നവൻ തമ്മാടിയാണെങ്കിൽ പോലും. മനസ്സിലായില്ലേ? ഇത് മുസ്ലിം ലോകം പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ പല പ്രാർത്ഥനകളും ചിലപ്പോൾ സ്വീകരിക്കപ്പെടാൻ തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മളടുത്ത് ഹറാമുണ്ടെങ്കിൽ നമ്മൾ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന പ്രക്രിയയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ. പക്ഷേ പീഡിപ്പിക്കപ്പെടുന്നവന് ഈ തടസ്സമൊന്നുമില്ല. നിങ്ങൾക്ക് പോയിന്റ് മനസ്സിലായില്ല?
പടച്ചോൻ ദുആ സ്വീകരിക്കണമെങ്കിൽ അസലുണ്ട്. എന്താ ദുആ സ്വീകരിക്കണമെങ്കിൽ അസല്? ദുആ സ്വീകരിക്കണമെങ്കിൽ അസല് നിങ്ങളടുത്ത് ഹറാം ഉണ്ടാകാൻ പാടില്ല. നമ്മളടുത്ത് സമ്പാദ്യത്തിൽ ഹറാം ഉണ്ടാകാൻ പാടില്ല, വരുമാനത്തിൽ ഹറാം ഉണ്ടായി പഠിച്ചോ എടുക്കൂല. യാ റബ്ബി നമ്മൾ വിളിക്കും, പഠിച്ചോ സ്വീകരിക്കൂല. ഇനി നമ്മൾ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന പ്രക്രിയയിലില്ലെങ്കിൽ നാട്ടിൽ എന്താ വെച്ചാൽ നടന്നോട്ടെ, ഞാനും എൻ്റെ കുട്ടികളും കുടുംബം പെണ്ണുങ്ങളും എന്നുള്ള ചിന്തയിൽ പോവുകയാണെങ്കിൽ അവിടെയും പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ തടസ്സമുണ്ട്. പക്ഷേ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു, ഒരാൾ ദ്രോഹിക്കപ്പെട്ടു, നാവിനാൽ, കൈകളാൽ, അധിനിവേശത്താൽ, മറ്റെന്തെങ്കിലും കാര്യങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടാൽ വൈൻഖാന ഫാജറ, അവൻ തമ്മാടിയാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഗോപാലൻകുട്ടിനെ ആയിരിക്കും കൈകാര്യം ചെയ്തേ, പക്ഷെ ഗോപാലൻകുട്ടി പറയാം, പഠിച്ചോനെ ഞാൻ മാപ്പിളക്കുട്ടി ഞാൻ വല്ലാതെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഖലാസ് കഴിഞ്ഞു. അവിടെ നിസ്കരിക്കണം, നോമ്പ് വിളിക്കണം, നമ്മളല്ല അള്ളാഹുവിന് പ്രിയപ്പെട്ട ആള്. അപ്പൊ പീഡിതന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളത് വലിയൊരു മർമ്മമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉള്ളു നീറ്റുന്നുണ്ട് ഓരോ കാഴ്ചക്കും മുന്നിൽ. നമ്മളുടേതല്ല, ഞാൻ പറഞ്ഞല്ലോ പിന്നെ 44 രാഷ്ട്രങ്ങളിലെ വ്യത്യസ്തരായ മനുഷ്യർ അവര് കപ്പലിലേറി, തികച്ചും സുരക്ഷിതമല്ലാത്ത, ഏറ്റവും സുരക്ഷിതമല്ലാത്ത യാത്രയാണ് കപ്പൽ യാത്ര. ആ കപ്പലിലേറി അവർ വരുന്നത് ഗസയിലെ ആംഡ് ഫോഴ്സിന്റെ മുന്നിലേക്കാണ്. അങ്ങനെ വരാൻ സന്നദ്ധരായ മനുഷ്യർ ലോകത്തുണ്ട്. അവർ വിശ്വാസത്തിന്റെ പേരിലല്ല മഹാഭൂരിപക്ഷ ആളുകളും വരുന്നത്, മനുഷ്യാവകാശ പ്രശ്നത്തിന്റെ പേരിലാണ്. എങ്കിൽ അവർക്കത് നൊമ്പരമായി അവരവരുടെ മക്കൾക്ക് വൈകാരികമായ കുറിപ്പുകൾ എഴുതി, നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക് അവിടുത്തെയും കുട്ടികൾ, ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ അഭിമാനിക്കുക എന്ന് എഴുതി വെച്ച ആളുകളുണ്ട്. എന്താ ലോകത്തെ സ്റ്റാൻഡിങ് കോമഡി നിർവഹിക്കുന്ന, സ്റ്റാൻഡിങ് കോമഡി എന്ന ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ലെറ്റർ കണ്ടു ഞാൻ കഴിഞ്ഞ ദിവസം. ആ ലെറ്റർ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന കത്താണ്, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ബോധ്യങ്ങളെ കൂടുതൽ ശക്തമാക്കേണ്ട കത്താണ്. അതുകൊണ്ട് 3ാമത്തെ കാര്യവും ഞാൻ പറഞ്ഞു. ഇനി 4ാമത്തതിലേക്ക് പോവുകയാണെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവരെ സഹായിക്കുക അല്ലെ, നമുക്ക് അവരെ സാമ്പത്തികമായി സഹായിക്കാനൊക്കെ വളരെ ലീഗലായ പരിമിതികളുണ്ട്, സംശയമൊന്നുമില്ല. നമുക്ക് വളരെ പരിമിതികളുണ്ട്. ഇപ്പൊ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ സൗകര്യമുണ്ട് അല്ലേ. മുമ്പ് പിന്നെ ഫലസ്തീനിന്റെ 2 ടേമുകൾക്ക് മുമ്പ് നടന്ന ഒരു ആക്രമണത്തിലെ ഒരു രംഗം, മനോഹരമായ രംഗത്തിന് സാക്ഷിയായ ആളുകൾ പറഞ്ഞത് കാണാൻ കഴിയും. റിയാദിലെ വലിയ റോണ്ടോ ബോട്ടിൽ ഇങ്ങനെ സ്ഥലം നിശ്ചയിച്ചു കൊടുത്തു സർക്കാർ. അപ്പൊ മനുഷ്യന്മാര് അവരുടെ കാറിൽ ഇങ്ങനെ വരും, സ്വർണ്ണം ഇങ്ങനെ കൊണ്ടുവന്നിട്ടിടും, സമ്പത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ടിടും. ഫലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി ഈ പറയുന്ന ഈ ഒക്ടോബർ 7 ശേഷം ഉണ്ടായ ദുരന്തം പോലെ ഒരു 2 ടേമുകൾക്ക് അപ്പുറത്തുണ്ടായപ്പോ അന്ന് സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ കെട്ടിക്കൊടുത്ത ബിൽഡിങ്ങുകളാണ് ഇന്ന് തകർക്കുന്നത് അല്ലെ. നമ്മൾ പലപ്പോഴും ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും അവരുടെ സമീപനങ്ങളെയും മനസ്സിലാക്കണോടത്ത് നല്ല പഞ്ച് ഡയലോഗുകൾ പറയണവരെ മാത്രമേ നമ്മൾ ഫലസ്തീനെ പ്രതിരോധിക്കണവരെന്ന് പറയുള്ളൂ. ഭയങ്കര പഞ്ച് ഡയലോഗുകൾ പറയണവര്. ലോകത്തെ വളരെ കൃത്യമായിട്ടുള്ള, നമുക്ക് പബ്ലിക് ഡൊമൈനിൽ, പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്യാൻ കഴിയാത്ത ചില പരിമിതികളുള്ള വിഷയങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഉണ്ട്. കാരണം ഇവിടുത്തെ ഒരു ഫാസിസ്റ്റ് ചേരി മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത്. അതായത് ഫലസ്തീനിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര പഞ്ച് ഡയലോഗ് പറയണേ ആളുകൾ ആരാണോ, ഭയങ്കര പഞ്ച് ഡയലോഗ് പറയുന്ന ആളുകൾ പലരും അവർക്കു തന്നെ അറ്റാക്ക് കിട്ടിയിട്ട് തിരിച്ചെന്തേ പിന്നെ ഇസ്രായേലിനെ ആക്രമിക്കാതിരുന്നത്? അവരുടെ മണ്ണിൽ വന്ന് ആക്രമിച്ചിട്ട് എന്തേ തിരിച്ചാക്രമിക്കാതിരുന്നത്? സൗദി അറേബ്യ സൈന്യത്തെ വിടാത്തതിനെ കുറിച്ചും സൗദി അറേബ്യ സൈന്യത്തെ നിയോഗിക്കാത്തതിനെ കുറിച്ചും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കണവരെ ഞാൻ ചോദിക്കുകയാണ്. ഇറാന് വളരെ കൃത്യമായിട്ട് അവർക്ക് ഡയറക്റ്റ് അറ്റാക്ക് കിട്ടി, ഇറാന് കിട്ടി, അതേപോലെ തന്നെ ഖത്തറിനും കിട്ടി അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടുകളിലൊക്കെ ഉള്ള മനുഷ്യരെ സുരക്ഷിതരാക്കുമാറാകട്ടെ, ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഏറ്റവും ശരിയായ നിലയിൽ നിൽക്കുമാറാകട്ടെ. അപ്പോ ഇസ്ലാമിലൊരു അസലുണ്ട്, അഖഫുദ് ദററൈൻ എന്ന് പറയാം. 2 പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിലേറ്റവും പരിമിതമായ പ്രതിസന്ധിയെ സ്വീകരിക്കുക എന്നുള്ളൊരു തത്വമുണ്ട്. പരിശുദ്ധ ഹറമും അതടങ്ങുന്ന മണ്ണുമൊക്കെ കലാപത്തിന്റെ, യുദ്ധത്തിന്റെ തീമഴകളിലേക്ക് എടുത്തെറിയപ്പെടുമ്പോ ഒന്ന് നിലവിളിച്ച് കരയാൻ പോലും ഇടമില്ലാത്ത ദുരന്തത്തിലേക്ക് മുസ്ലിം സമൂഹം പോകരുത് എന്നുള്ളത് തന്നെയാണ് അല്ല. ഇപ്പൊ ഇവിടെ കണ്ടല്ലോ നമ്മളെ മുന്നിൽ. 100 ദിവസം മുമ്പ് ഞാനിത് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കൂല, 100 ദിവസം മുമ്പ് അല്ലെങ്കിൽ 200 ദിവസം മുമ്പ് ഇത് പറഞ്ഞാൽ സ്വീകരിക്കൂല. അപ്പം ലോകത്ത് ഓരോ നീക്കങ്ങൾക്കും, ജിഹാദിന്റെ ഓരോ സ്റ്റെപ്പുകൾക്കും കൃത്യമായ സമീപനങ്ങളുണ്ട്, രേഖകളുണ്ട്, രീതികളുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും യഥാർത്ഥത്തിൽ സാധിക്കണം. ഇനി നമുക്ക് ഏറ്റവും ശക്തമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, 5ാമത്തെ കാര്യം എന്താ അറിയോ? നസ്റുഹും ബിൽ മൗഖിഫ് വൽ ഇഅ്ലാം, നിലപാട് കൊണ്ടും അത് പരസ്യപ്പെടുത്തൽ കൊണ്ടും അവരെ സഹായിക്കുക എന്നുള്ളതാണ്. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. അതാ ദുർബലരായ, പീഡിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സ്ത്രീകൾക്കും മനുഷ്യർക്കും വേണ്ടി പോരാടാൻ നിങ്ങൾക്ക് എന്താണ് പറ്റാത്തത്? നമ്മുടെ മണ്ണിൽ നിന്ന് നമുക്ക് നടത്താവുന്ന പോരാട്ടം എന്താ? സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പൊതു ഇടങ്ങളിലൂടെ, പൊളിറ്റിക്കൽ പാർട്ടികളുടെ നിലപാടുകളിലൂടെ ഒക്കെ ശക്തമായി ഇത് ഈ ഒരു കോഴ്സിന്റെ കൂടെ ചേർന്ന് നിൽക്കുക. അതിന് സ്വാധീനമുണ്ട്. നിങ്ങൾ നോക്ക്, ലോകരാഷ്ട്രങ്ങളിലെ വളരെ പ്രഗത്ഭമായ ലോകരാഷ്ട്രങ്ങളുടെ പാർലമെന്റുകളൊക്കെ ഈ കഴിഞ്ഞ 2 ആഴ്ചകളായി പ്രക്ഷുബ്ധമാണ്. തട്ടമിട്ട സ്ത്രീകളല്ല അവിടെ സംസാരിക്കുന്നത്, ഇസ്ലാമിക സമൂഹത്തിലെ ആളുകളല്ല അവിടെ സംസാരിക്കുന്നത്. കാരണം ലോകം ലോകത്തെ മുസ്ലിങ്ങളെ ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു രീതിയിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ
കൂടുതൽ ഇസ്ലാമോഫോബിക്കായി മാറുന്ന കാലത്ത് നമ്മൾ നിർവഹിക്കേണ്ടത് ഇത്തരം വിഷയങ്ങൾ ഒരിക്കലും ഒരു ഇസ്ലാമിന്റെ വിഷയമായി മാത്രം ചുരുക്കുക എന്നുള്ളതല്ല. ഇതൊരു പൊതു പ്രശ്നമാണ്. പട്ടിണി കിടക്കുന്നവിടുത്തെ കുഞ്ഞുങ്ങൾ എന്നത് ലോകത്തിന്റെ ബാധ്യതയാണ്, മുസ്ലിങ്ങളെ മാത്രം ബാധ്യതയല്ല. അരുങ്കൊല ചെയ്യപ്പെടുന്നു എന്നത് ലോകത്തിന്റെ ബാധ്യതയാണ്, അല്ലെ? ഇവിടെ ജനീവ കരാറ് പ്രകാരമുള്ള കാര്യം എന്താ? ജനീവ കരാറ് പ്രകാരം യുദ്ധഭൂമിയിൽ പട്ടിണി കിടക്കുന്നവനുണ്ടെങ്കിൽ യുദ്ധത്തിൽ മുൻകൈയുള്ളത് ആർക്കാണോ അവർ ഭക്ഷണം വിതരണം ചെയ്യണം എന്നാണ് ജനീവ കരാറിന്റെ ചുരുക്കം. പക്ഷേ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാണ്, അരുങ്കൊല ചെയ്യാണ്. ഫോട്ടോകൾ നമ്മൾ കാണുന്നുണ്ട്. എന്താ ഫോട്ടോകളിൽ കാണുന്നത്? വെളുത്തു തുടുത്ത് സുന്ദരന്മാരായ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ആ മണ്ണിലുള്ള കുഞ്ഞുങ്ങൾക്കൊരു അവരുടെ തൊലിയും അവരുടെ നിറവും അവരുടെ വർണ്ണമൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണത്. അത്രയും അങ്ങനത്തെ കുട്ടികളാണ് ആ നാട്ടിൽ ജനിക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ അവര് എന്ത് ചെയ്യുന്നു? അവര് പിന്നീട് 8 മാസം 1 കൊല്ലം കഴിയുമ്പോൾ എല്ലും കോലുമായി അവരിങ്ങനെ കിടക്കുന്നത്, അവരുടെ മാതാക്കളുടെ മടിയിൽ കിടക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ഇത് ലോകത്തിന്റെ ബാധ്യതയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ലോകത്തെ എല്ലാ പ്രധാന സിറ്റികളിലും, US UK എന്ന് വേണ്ട, വെനിസ്വേല തുടങ്ങി ലോകരാഷ്ട്രങ്ങളിലൊക്കെ ചെറിയ പ്രകടനങ്ങളൊന്നുമല്ല, 10,000 പങ്കെടുക്കുന്ന പ്രകടനങ്ങളാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ വാച്ച് ചെയ്യണവരാണെങ്കിൽ അൽഗോരിതം അനുസരിച്ച് നിങ്ങൾക്ക് പിന്നെ വന്നുകൊണ്ടിരിക്കും, ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കും. വലിയ വളരെ ശക്തമായ പോരാട്ടങ്ങൾ ഒരു പുതിയ ചിത്രത്തിലേക്ക് അത് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വേള ഇപ്പോൾ ഇസ്രായേലിന്റെ കൂടെ നിന്നിരുന്ന അംഗരാഷ്ട്രങ്ങൾ പോലും അവർ പോലും സ്വതന്ത്ര രാഷ്ട്ര പദവി കൊടുക്കണം എന്നൊക്കെ പറയുന്നിടത്തേക്ക് എത്തുന്നത് അതാത് രാഷ്ട്രത്തിലെ ഭരണാധികാരികൾക്ക് കിട്ടുന്ന പ്രഷറാണ് അതിന്റെ കാരണം. അവിടുത്തെ ഗ്രാമങ്ങളിൽ, അവിടുത്തെ വീടുകളിൽ, പൊതു ഇടങ്ങളിൽ ഒക്കെ കിട്ടുന്ന പ്രഷറാണ് അതിന്റെ കാരണം. ആ പ്രഷറാണ് ഇതൊരു ട്രെൻഡായി രൂപപ്പെടുത്തുന്ന കാര്യം. അപ്പൊ ഞാനും നിങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വാജിബായിട്ടുള്ള കാര്യമാണ്. വാജിബ് ഫർദ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നിസ്കാരത്തിലും നോമ്പിലും ചുരുങ്ങി പോകുന്ന ഒരു കാര്യമൊന്നുമല്ല, കാലത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി. പക്ഷെ ആ പ്രതികരണങ്ങൾ ശത്രുവിന് അനുഗുണമാകാൻ പാടില്ല. ചില കാര്യങ്ങൾ എന്തിനാ കൊണ്ടുവരുന്നത്? ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അതിൽ പ്രതികരിച്ച് പുറത്തു വരാനാണ്, അല്ലേ? ഇപ്പം ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ ഒരു സീസണിൽ അവരുടെ ഒരു ആഘോഷകാലത്ത് ആഘോഷത്തിലേക്ക് പടക്കമെറിഞ്ഞ ആളൊരു മുസ്ലിമാണ്. മുസ്ലിങ്ങൾ പടക്കെറിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ അല്ലാതാക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ പ്രാദേശിക പത്രപ്രവർത്തകർ ഈ പറയുന്ന മുസ്ലിമായ വ്യക്തി ന്യൂനപക്ഷ BJP സെല്ലിന്റെ ആളാണെന്നുള്ളത് പെട്ടെന്ന് പുറത്തു വിട്ടു. ഇവിടെ ഉണ്ടല്ലോ ചില വർഗ വഞ്ചകന്മാരും ചതിയന്മാരും ഒക്കെ ഇത്തരം ആശയങ്ങളുടെ കൂടെ നിൽക്കണേ. അത് പുറത്തു വന്നതോടുകൂടെ ആളുകളുടെ മനോനില മാറി. അങ്ങനെയുണ്ട്, മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർത്തിട്ട് ഇത്തരം വിഷയങ്ങളിൽ ചില ആളുകൾ മുന്നിൽ വന്ന് പല പണിയെടുക്കും. അതെന്തിനാ? ഒരുങ്ങി നിൽക്കുന്നവർക്ക് പണി തീർക്കാൻ വേണ്ടി, അല്ലെ? ഒരുങ്ങി നിൽക്കുന്നവർക്ക് പണി തീർക്കാൻ വേണ്ടി. ഇപ്പൊ ഇന്ത്യയിൽ ശരിക്ക് ഞാൻ വിചാരിക്കുന്നത് ഇവിടുത്തെ ഭരണവർഗം ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത് എവിടെ അറിയോ? മുസ്ലിങ്ങൾ കാണിക്കുന്ന വിവേകത്തിലാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ ശേഷം വിധി വന്ന ദിവസം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാണിച്ച വിവേകമുണ്ട്. ഷണ്ടത്വം എന്നാണ് ചില ആൾക്കാർ ഇതിന് പറയാം. അതിന് പറയാം എന്താ? ഷണ്ടത്വം. അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് കത്തിയും വാളും കാണിച്ച് നടക്കലാണ് വിവേകമെന്ന് വിചാരിച്ചു വെക്കുന്ന ന്യൂനപക്ഷം നമ്മുടെ നാട്ടിലുണ്ട്. ഈ പറയുന്ന അന്ന് മുസ്ലിങ്ങൾ കാണിച്ച ആ ഒരു വിവേകം വലുതാ. കാരണം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ആ ഇഷ്യൂവിനെ വളരെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അവിടുത്തെ മുസ്ലിം കച്ചവട സ്ഥാപനങ്ങൾ, അവിടുത്തെ മുസ്ലിം ലീഡർഷിപ്പ് ഇതൊക്കെ വളരെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് ഏതെങ്കിലുമൊക്കെ എന്താ പറയാ, ഏതെങ്കിലും കുറച്ച് വിവേകത്തോടെ അല്ലാതെ ചിന്തിക്കുന്ന ആളുകളെ പേരും പറഞ്ഞ് മൊത്തം ആൾക്കാരെ കൂട്ടിലാക്കാനുള്ള പദ്ധതി 100 കൊല്ലത്തിന്റെ പാരമ്പര്യമുള്ള പഴക്കമുള്ള ഒരു സംഘം, ഇന്നലെ 100 കൊല്ലത്തെ ആയുസ് പൂർത്തീകരിച്ച ഒരു സംഘം ഒരുക്കി നിന്നിടത്താണ് മുസ്ലിങ്ങൾ വിവേകം കാണിച്ചത്. വഖഫ് വന്നപ്പോ ഒരു മുസ്ലിമും ഒരാളെയും പോയിട്ട് വയറ്റത്ത് പോയി കത്തി കയറ്റിയോ? 96 ശേഷമുള്ള കാലഘട്ടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ തിരിച്ചറിവിന്റെ പുതിയ ബാധയിലാണെന്ന് ഞാൻ പറയാം. അങ്ങനെ വരാതിരുന്നപ്പോ എന്തായി? വഖഫിൽ താരതമ്യേന ശാന്തമായൊരു വിധി കിട്ടി. കൂടുതൽ ഫൈറ്റ് ചെയ്യണം, കൂടുതൽ മുന്നോട്ട് പോകണം, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ അവിടെ വരും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഒരു പെരുന്നാൾ, ഒരു വോട്ട് ദിനത്തിൽ, ഈ കഴിഞ്ഞ പുതിയ പാർലമെന്റ് വോട്ട് ദിനത്തിൽ, അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, ഖുത്തുബന്റെ സമയം ചുരുക്കി നമ്മൾ നടത്തിയ ഖുത്തുബ അത് ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ടെന്ന് അറിയോ? യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇത് പറയാൻ വേണ്ടി പറഞ്ഞല്ല, വിഷയങ്ങളോടുള്ള സലഫി വീക്ഷണ കോണതാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്ര ഷാർപ്പായിട്ട് പറയാൻ പറ്റുന്നത്. എല്ലാം കഴിഞ്ഞു തീർന്നു എന്ന് വിചാരിക്കണില്ല, യാതൊരു അർത്ഥമല്ല. ഇല്ല, ഇപ്പോഴും തീർന്നിട്ടില്ല, ഇനിയും തീരുകയില്ല എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡ്. കഴിഞ്ഞ ഒരു പാർലമെന്റും ഈ ഒരു പാർലമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? വലിയ വ്യത്യാസമുണ്ട്. 2 പാർലമെന്റും തമ്മിൽ. പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജിന് വ്യത്യാസമുണ്ട്, വേറെ പലതിനും വ്യത്യാസമുണ്ട്. SIR കൊണ്ടുവന്നു. SIR-നെ കോടതി കൃത്യമായി കൺട്രോൾ ചെയ്തില്ലേ? അപ്പോ പ്രതീക്ഷയോടുകൂടെ ഇത്തരം വിഷയങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മുടെ ഇടപെടൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇതിൽ ക്ലാരിറ്റി കിട്ടാൻ, ഞാൻ പറഞ്ഞ ശരിക്കും കേട്ടോളി, ഓരോ ആഴ്ചയിലുള്ള ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായി ക്ലാരിറ്റി കിട്ടാനാണ് നമ്മൾ സ്പോട്ട്ലൈറ്റ് എന്നുള്ളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഞാൻ ഖുതുബിൽ തന്നെ അത് പറയാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:45 പരിപാടി, ഒരു 3/4 മണിക്കൂർ പരിപാടി ഉണ്ടാവും. അന്നത്തെ ആ ആഴ്ചയിൽ ഏറ്റവും ഹോട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽ ഉണ്ടാവും. അതോടെ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മളാർക്കും പറ്റിക്കാൻ പറ്റൂല. നമ്മളെ ലൈക്കും നമ്മുടെ ഷെയറും ഒന്നും പിന്നെ കൊടുക്കേണ്ടവർക്കല്ലാതെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അപ്പൊ ആ ഒരു തലത്തിൽ നമുക്ക് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഏറ്റവും ശക്തമായ ആത്മവിചിന്തനത്തിനും ശുദ്ധീകരണത്തിനും നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ഇൻ തൻസുറുല്ലാഹി യൻസുറുക്കും വയസബിത്ത് അഖ്ദാമക്കും. മുസ്ലിങ്ങൾ സ്വയം ശുദ്ധീകരിച്ചാൽ അവർക്ക് അള്ളാഹിന്റെ സഹായം കിട്ടും, അല്ലേ? മുസ്ലിങ്ങൾ സ്വയം ശുദ്ധീകരിച്ചാൽ അവർക്ക് സഹായം കിട്ടും, അവർക്ക് അതിശക്തമായ സഹായം കിട്ടും. അതുപോലെ തന്നെ ഇതിനെ ഒരു പൊതുപ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ഒരിക്കലും ഇത് മുസ്ലിം ഇഷ്യൂസിനെ കംപ്ലീറ്റ് അതിങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായി ചുരുക്കി കൊണ്ടുവരുന്നിടത്ത് നിന്ന് എല്ലാവരുടെയും ഇഷ്യൂവായും എല്ലാവരുടെയും പ്രശ്നമായും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിലൊക്കെ ഉപരി നമ്മുടെ ഉള്ളിലൊരു നോവും ഒരു നീറ്റലും ഉണ്ടാകുക, വളരെ ശക്തമായ ഒരു വേദന. ഒരു വിശ്വാസിക്ക് അവരുടെ സ്നേഹത്തിൽ, സാഹോദര്യത്തിൽ, കാരുണ്യത്തിൽ മിസ്ലൽ ജസദ്, ഒരു ശരീരം പോലെയാണ്. ശരീരത്തിലെ ഒരു അവയവത്തിന് മുറിവ് പറ്റിയാൽ മറ്റുള്ള അവയവങ്ങളൊക്കെ അതിനുവേണ്ടി ഇങ്ങനെ പനി ബാധിച്ച് അസ്വസ്ഥമായിട്ട് നിൽക്കും. ഇവിടെ വിരലിന്റെ അറ്റത്തായിരിക്കും കത്തി തട്ടിയത്, പക്ഷെ ഇവിടുത്തെ നീറ്റലതൊക്കെ മൊത്തം ശരീരത്തിന് ഫീൽ ചെയ്യും എന്ന് പറഞ്ഞ പോലെ എവിടെ ഒരു വിശ്വാസിക്ക് എന്ത് നൊമ്പരുണ്ടെങ്കിലും അതിലൊക്കെ നമ്മുടേതായ ഒരു മനോനില ഉണ്ടാവുക എന്നുള്ളത് ഇതിൽ പ്രധാനമാണ്. അള്ളാഹു നമ്മിൽ ഒന്ന് സ്വീകരിക്കുമാറാണ്. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉത്ബോധിപ്പിക്കുകയാണ്, ഉണർത്തുകയാണ്. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞതുപോലെ പിന്നീട് ആവർത്തിച്ചതുപോലെ ലോകത്ത് വിശ്വാസികളല്ലാത്തവരടക്കം അത്രയും ആഴത്തിൽ ഏറ്റെടുത്ത ഒരു വിഷയം എന്നുള്ള നിലക്ക് നമ്മൾ നല്ലൊരു ആത്മപരിശോധന നമുക്ക് ഈ വിഷയത്തിൽ ആവശ്യമുണ്ട്. നമ്മളിത് എത്രത്തോളം നമ്മുടെ ഒരു പ്രശ്നമായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എത്ര തവണ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, എല്ലാ ദിവസവും അതിൻ്റെ ഒരു പ്രാർത്ഥനയിൽ ഇതുണ്ടോ, അല്ലേ? നമ്മളെ വീട്ടിൽ ഒരു പ്രശ്നമില്ലെങ്കിലും നമ്മളെ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞാളൊരു അവസ്ഥ എന്താ? എനിക്കിപ്പോൾ ചെറിയ 2 കുട്ടികളുണ്ട്, 2-3 വയസ്സുള്ള. ഒരു വെറുതെ കരഞ്ഞാൽ മതി, ആ വീട് എത്ര അസ്വസ്ഥമാണ്. എന്നാൽ ഈ കരയുന്ന കുട്ടി ഭക്ഷണത്തിന് വേണ്ടി കരയുമ്പോൾ അത് എത്ര വലിയ അസ്വസ്ഥത ഉണ്ടാകും. പാലിന് വേണ്ടി കരഞ്ഞിട്ട് അമ്മിഞ്ഞ കൊടുക്കാൻ ഇങ്ങനെ മാറിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ പാല് കിട്ടാതിരിക്കുമ്പോൾ ഉള്ള അവസ്ഥകൾ, മരുന്ന് കിട്ടാനില്ല, മരുന്ന് കിട്ടാതെ മരിച്ചു വീഴുക, അല്ലേ? കൂടെ ഉള്ള ഓരോരുത്തരും മരിച്ചു തുടങ്ങുക. അപ്പം അവരൊക്കെ മനസ്സിൽ കണ്ട് നമ്മൾ എത്ര വലിയ പ്രാർത്ഥനകൾ നടത്തേണ്ടി വരും, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടെ മീഡിയ പ്രവർത്തനം നടത്തണം. അനസ് ഷെരീഫ് എന്ന് പറയുന്ന മീഡിയ പ്രവർത്തകന്റെ വൈകാരികമായ വാക്കുകൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുഞ്ഞിനോട് അദ്ദേഹം നടത്തുന്ന ഒരു സംഭാഷണം ഉണ്ട്, ഒരു വീഡിയോ ബൈറ്റ്. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. എന്താ, നീ എന്ത് ചെയ്യും? നീ എവിടെയെങ്കിലും? ഞാൻ എവിടെയും പോകില്ല, ഞാൻ ഇവിടെ നിൽക്കും, ഞാൻ ഈ നാടിനെ മോചിപ്പിക്കുന്നേ. 3-3.5 വയസ്സായ ഒരു കുട്ടിക്ക് പറയണമെങ്കിൽ അവരുടെ താരാട്ടുപാട്ടിൽ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും. വലിയ മുഫ്തി അവിടുത്തെ സ്ത്രീകളോട് പ്രസവിക്കാൻ പറഞ്ഞ് പണ്ട് 8-9 കുട്ടികൾ ഓരോ ഫലസ്തീനിക്കും ഉണ്ടാകും. എന്താ കാര്യം? 8-9 കുട്ടികളെ ഓരോരുത്തരെയും അവർ ജനിപ്പിക്കണം. എന്തിനാ അറിയോ? അടർക്കളത്തിലെ പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും വേണ്ടിയാണ്. ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും മണിമന്ദിരങ്ങൾ കെട്ടിപ്പണിയാനുമല്ല. ഞാൻ പറയണത് നമുക്ക് കൂടി റോളുള്ള ഒരു ദൗത്യമാണിത്. ആ റോളിനെ മനസ്സിലാക്കുന്നിടത്ത് അബദ്ധം പറ്റരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആ റോളിനെ മനസ്സിലാക്കുന്നിടത്ത് വെറും വൈകാരികതയിൽ അതിനെ എടുക്കരുത്. അത് എടുത്താലേ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റില്ല. ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വിവേകത്തോടു കൂടെ അവർ ജീവിക്കുന്ന രാഷ്ട്രങ്ങളിൽ അതിശക്തമായ മെസ്സേജ് ഉയർത്തിയാൽ ശാന്ത സമരങ്ങൾ, ഇത് വെറുതെ ഒന്നുമല്ല, ഇത് വളരെ സ്റ്റഡിയാണ്. ഞാൻ പറയുന്നത് സ്റ്റഡിയാണ്. 1996 മുതൽ 2004 വരെയുള്ള ലോകത്തെ സമാധാന സമരങ്ങളെ പഠിച്ച അതിൽ വന്ന PhDകളുണ്ട്. ഞാൻ പറയുന്ന കാര്യം പബ്ലിക് ഡൊമൈനിക്ക് പോണ കാര്യം ഞാൻ പറയണത്, ഉത്തരവാദിത്വത്തോടു കൂടെ പറയണേ, ആരെ മുന്നിലും തെളിയിക്കാൻ പറ്റും, അങ്ങനെ പറയണേ. ആ സമരങ്ങളൊക്കെ വിജയിച്ചത് അവിടുത്തെ പോപ്പുലേഷന്റെ 3% ആ സമരത്തിൽ പങ്കെടുത്തപ്പോഴാണ്. ഇന്ത്യയിലെ 1 കോടി മനുഷ്യരിൽ 3 കോടി ആളുകൾ അവര് സമരത്തിനിറങ്ങിയാൽ, പൊതുനിരത്തിലിറങ്ങിയാൽ തീരണത് എവിടുത്തെ പ്രശ്നമുള്ളൂ, എവിടുത്തെ പ്രശ്നം അത്രേ ഉള്ളൂ. എന്താ അങ്ങനെ ആവുമ്പോൾ എന്താ വെച്ചാൽ സമാധാന സമരങ്ങളുടെ പ്രത്യേകത എന്താ? സ്ട്രെച്ചറിലെ ആളുകൾക്ക് വരാം, വീൽ ചെയറിലെ ആളുകൾക്ക് വരാം, വയോധികന്മാർക്ക് വരാം, കുട്ടികൾക്ക് വരാം, അല്ലേ? കൃത്യമായ പഠനമുണ്ട്. ആംഡ് ഫോഴ്സ് ഇറങ്ങണേ, എന്താ പറയാ, ടയർ കത്തിക്കണേ, ഇങ്ങനത്തെ സാധനങ്ങളും അല്ലാത്തതും തമ്മിൽ ആളുകൾ ഇങ്ങനെ ജനവാതിലേക്ക് കൂടെ അങ്ങനെ നോക്കുന്നതാണ്. അവിടെ എന്താ നടക്കുന്നത് ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ സമാധാന സമരങ്ങൾ, ശാന്ത സമരങ്ങൾ, വോട്ട് ചോരി പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ കേരളം ഒന്നും അതിനോട് പ്രതികരിച്ചിട്ടില്ല. വോട്ട് ചോരി ഉയർത്തിയ പാർട്ടി അതിൽ വേണ്ടത് ചെയ്തിട്ടില്ല. ഭരണവർഗത്തിലുള്ളവർ ചെയ്തിട്ടില്ല. എല്ലാവരും വളരെ വളരെ ലിമിറ്റഡ് ആയ പൊളിറ്റിക്കൽ പർപ്പസിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് മതി നമ്മുടെ രാജ്യത്തെ ട്രെൻഡ് മാറ്റാൻ. പക്ഷേ നമ്മൾ നമ്മുടെ റോള് നിർവഹിക്കണമെന്ന് മാത്രം. ഇതൊരിക്കലും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇത് കേവലമായ ഒരു പ്രാദേശിക പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. എന്നാൽ ഇത് മൂല്യമുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വളരെ കൃത്യമാണ്. അതിൽ ഇടപെടേണ്ട ആത്മാർത്ഥതയോടുകൂടെ ആരും ഇടപെട്ടിട്ടില്ല. അവസരങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഖുദ്സിന്റെ മണ്ണിൽ സ്വാതന്ത്ര്യത്തിന്റെ സൂര്യൻ ഉദിക്കുന്നതിന് സാക്ഷിയാകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു വാഗ്ദാനം ചെയ്ത
ഓർക്കിഡ് മരങ്ങളല്ലാത്ത സർവ്വം, കല്ലും ചെടിയും അടക്കം ജൂതിനെതിരിൽ സാക്ഷ്യം പറയുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന പ്രവാചകന്റെ പ്രവചനം, അത് കാണാനും അതിന് സാക്ഷിയാകാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്ൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദിൽ ശിർക്ക് വൽ മുശ്രിക്കീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം.